എൻ്റെ 2 സെഷൻസ് വീഡിയോ കഴിഞ്ഞു. ഒന്ന് എൻ്റെ വർക്കൗട്ടിനെ പറ്റിയിട്ടും ഒന്ന് ഡയറ്റിനെ പറ്റിയിട്ടും അതിൻ്റെ ഇവോല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ 1-2 ആഴ്ചത്തെ ഡയറ്റും പിന്നെ എൻ്റെ വെയിറ്റും പിന്നെ സ്കെഡ്യൂളും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ കുറേ ആപ്പുകൾ ട്രൈ ചെയ്തു. ഞാൻ ആദ്യം തന്നെ യാസിയോ നോക്കി. യാസിയോ ഒരു നല്ല ഫ്രീ ആപ്പാണ്, പക്ഷേ അതിൽ കുറേ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ UI ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഞാൻ പിന്നെ ബഞ്ച് ഓഫ് ആപ്സ് ട്രൈ ചെയ്തു. ഞാൻ മാക്രോ ഫാക്ടർ നോക്കി, മൈ ഫിറ്റ്നസ് പാൽ നോക്കി, ലൂസിഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, പിന്നെ ക്രോണോമീറ്റർ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ക്രോണോമീറ്ററിൽ. മാക്രോ ഫാക്ടറിന് പേവോളുണ്ട്. പേവോൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഫ്രീ വേർഷൻ ഇല്ല, പക്ഷേ അതിന് ഫ്രീ ട്രയലുണ്ട്. പക്ഷേ വെറുതെ 14 ദിവസം 7 ദിവസം കണ്ടിട്ട് അതിൻ്റെ ഫ്രീ ട്രയലെന്ന് തോന്നുന്നു. അത് എനിക്കൊന്ന് ഒരു വർഷത്തേക്ക് സംവെയർ അറൗണ്ട് $100 ആണെന്ന് തോന്നുന്നു, അതോ $60. പക്ഷേ മോസ്റ്റ് ഓഫ് എല്ലാ ഈ പെയ്ഡ് ആപ്പും ഒരു $50 to $100 അടുത്താണ് ആനുവൽ ഫീ വരുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഇതിനകത്ത് എല്ലാം ഉപയോഗിക്കുന്ന ഡാറ്റാബേസ് സംവാട്ട് സിമിലറാണ്. പിന്നെ അത് മാത്രമല്ല, ഇവർ എക്സ്ട്രാ എന്താണ് മാറി നിൽക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാക്രോ ഫാക്ടർ ആപ്പിനകത്ത് AI ആൽഗോരിതംസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ എനിക്കത് യൂട്ടിലിറ്റി ഇല്ല. ഞാൻ ജസ്റ്റ് ഈ നമ്പേഴ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓൾറെഡി ന്യൂട്രീഷൻ ഇൻഫർമേഷൻ ഇതിൻ്റെ ഡാറ്റാബേസ് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ആപ്പ് സഹായിക്കുന്നത് നമുക്ക് ആ ഒരു കൺസൈസ് ആയിട്ട് ഒരു ആപ്പിൽ തന്നെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള ലോഗ് ചെയ്യാനുള്ള ഒരു ഉപയോഗം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മൈ ഫിറ്റ്നസ് പാലുണ്ട്. ഞാൻ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൈ ഫിറ്റ്നസ് പാലാണ്. പക്ഷേ മൈ ഫിറ്റ്നസ് പാലിനും പേവോളുണ്ട്, പക്ഷേ അതിന് ഒരു ഫ്രീ വേർഷനുണ്ട്. പക്ഷേ ദ പ്രോബ്ലം വിത്ത് ഫ്രീ വേർഷൻ, നിങ്ങൾക്ക് അതിനകത്ത് മാക്രോസ് കാണാൻ കഴിയില്ല. അപ്പോൾ മാക്രോസ് ബേസിക്കലി അല്ലെങ്കിൽ അതിൻ്റെ ഈ ബ്രേക്ക് ഡൗൺ കാണാൻ കഴിയില്ല. ബ്രേക്ക് ഡൗൺ കാണണമെങ്കിൽ നിങ്ങൾ പേ ചെയ്യണം. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ പേ ചെയ്ത ഒരു ആപ്പുണ്ട്, ലൂസിഡ് എന്ന് പറഞ്ഞിട്ടൊരു കാലറി കൗണ്ടർ. അതിൽ ഭയങ്കര ഫീ കുറവാണ്. ആനുവൽ എങ്ങാണ്ട് $24 അങ്ങനെ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാനത് ഡൗൺലോഡ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പഴയ സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്തെന്ന് ഓർത്തിട്ട്, പക്ഷേ റിന്യൂ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതും പിന്നെ ഒഴിവാക്കി. ഇപ്പോൾ വന്ന് നിൽക്കുന്ന ക്രോണോമീറ്ററിൽ പ്രീമിയം വേർഷന് ചില പെർക്കുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സമയം ലോഗ് ചെയ്യാമെന്നൊക്കെ ഉള്ളത്. അത് ഒരു വലിയ ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മിക്കപ്പോഴും ആദ്യത്തെ ദിവസം തന്നെ ആയിരിക്കും എന്നുവെച്ചാൽ ഡെയിലി എല്ലാ ദിവസവും രാവിലെ തന്നെ ആയിരിക്കും നമ്മൾ മീല് പ്ലാൻ ചെയ്യുന്നത്. സോ മീല് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ഒരുമിച്ച് തന്നെ എല്ലാം മാത്ത് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. അല്ലാതെ ഓരോ തവണ ഫുഡ് കഴിക്കുമ്പോഴേ അതൊക്കെ കഴിച്ചെന്ന് ഞാൻ അതിനകത്ത് ലോഗ് ചെയ്യാറില്ല. അൺലെസ് ഏതെങ്കിലും സ്നാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിഠായോ എല്ലാം കഴിക്കുന്ന സമയത്ത് പോയി ലോഗ് ചെയ്യത്തേ ഉള്ളൂ. അതത്ര റെലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊരു ഡെയിലി ആവറേജ് അല്ലെങ്കിൽ വീക്ക്ലി ആവറേജ് ആയിരിക്കും എടുക്കുക. ക്രോണോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റാബേസും അതിനകത്തുണ്ട്. നമുക്ക് ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് അത് ഉപയോഗിക്കാം. ഡാറ്റാബേസിൽ നോക്കിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ തന്നെ എഡിറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അതിൽ മാക്രോസും മൈക്രോസും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ യാസിയോ നോക്കിയിട്ട് എനിക്ക് അതിനകത്ത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ഞാൻ കണ്ടില്ല. പക്ഷേ ക്രോണോമീറ്ററിൽ ആ സാധനമുണ്ട്. ഞാൻ മുമ്പ് ക്രോണോമീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആപ്പായിരുന്നു അത്. അതുകൊണ്ടാണ് ക്രോണോമീറ്റർ ഉപയോഗിക്കുന്നത്. സോ ആപ്പ് ക്രോണോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഇപ്പോൾ നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അക്കൗണ്ട് സൈനപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. പിന്നെ എപ്പോഴും ഒരു അനോയിങ് ആണ്, അവരുടെ ബാനർ ഇങ്ങനെ ഗോൾഡ് ക്രോണോമീറ്റർ ഗോൾഡ് എടുക്കുമെന്ന് പറഞ്ഞിട്ടൊരു ബാനർ കാണും. അത് കുറച്ച് അനോയിങ് ആണ്. പക്ഷേ ഇഫിക്കിൻ അത് കണ്ടില്ലെന്ന് അടിക്കാമെങ്കിൽ എനിക്കൊന്ന് ഏറ്റവും ബെസ്റ്റ് ആപ്പ് ക്രോണോമീറ്റർ തന്നെ ആയിരിക്കും. പിന്നെ വേറെ എന്താണ്, എൻ്റെ വെയ്റ്റിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. വെയ്റ്റിൽ 178 നിന്നിട്ടായിരുന്നു 2 ആഴ്ച മുമ്പ് തുടങ്ങിയത്. 178.3 സംതിങ് ഞാനത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അത് 170 എത്തിക്കഴിഞ്ഞ വീക്കെൻഡിൽ ഫ്രൈഡേ. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ലാപ്സ് ഉണ്ടായി. ഇപ്പോൾ 172.34 എങ്ങാണ്ടാണ്. ഇന്ന് രാവിലെ 172 നിൽക്കുന്നത്. 172 കുറച്ച് ചില്ലറയും. അതൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇത് ഞാൻ എക്സ്പെക്റ്റഡ് ആണ്. ഈ സെറ്റ് ബാക്സ് ആർ എക്സ്പെക്റ്റഡ്. പക്ഷേ ഇതെപ്പോഴാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 774 75 ഒക്കെ എത്തിയാലാണ് ഞാൻ അതിൽ നിന്ന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. പിന്നെ എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് പൊതുവേ തന്നെ ഹോൾ ഫുഡ്സ് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ വീക്കെൻഡിൽ എന്തുകൊണ്ടായിരിക്കാം മാറ്റമെന്ന് ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ, ഞാൻ ഒരു
ബനാന ബ്രെഡ്, പക്ഷേ അതിനകത്ത് കുക്കീസ് ആൻഡ് ക്രീമിൻ്റെ ഒരു ഉള്ളിലത്തെ ലെയറുണ്ട്. അത് വളരെ അപ്പറ്റൈസിങ് ആണ്, നല്ല ടേസ്റ്റാണ്. അത് ഞാൻ വാങ്ങിച്ചു. മേ ബി ഒരു റോള്, അതായത് റോളായിട്ടാണ് ഇരിക്കുന്നത്. സോ ഒരു പീസ് തന്നെ ഏതാണ്ട് ഒരു 230 ഗ്രാം എങ്ങാണ്ടുണ്ട്. അതിനകത്ത് ഫുൾ ഫാറ്റും മധുരം മാത്രമേ ഉള്ളൂ. അത് കഴിച്ചു. മേ ബി അതായിരിക്കാം. പിന്നെ എക്സ്പെക്റ്റഡ് ആണ് വെയിറ്റ് എപ്പോഴും കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കില്ല.